സ്വന്തം അറിയാനുള്ളല്ലോ പറയാൻ അധികാരമുള്ളവർക്ക് പറയാമല്ലോ. പറയാൻ അധികാരം ഇല്ലാത്തവർ പറയണ്ട, നിങ്ങൾ നല്ലവരാണ്, ഉള്ളവർ പറഞ്ഞോട്ടെ. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എന്റെ അമാനിൽ അതെന്നോ എന്ന് പറഞ്ഞില്ല. അധികാരമുള്ളവർക്ക് പറയട്ടെ, അധികാരം ഇല്ലാത്തവർ പറയാൻ നടക്കുന്നു. സഫാദിന് അർഹതയുള്ളവർ ചെയ്തോട്ടെ. വേണ്ട. ബാബു ബയാനി അല്ലാ യദ്ഖുലൽ ജന്നത ഇല്ലൽ മുഅ്മിനു. അതിന് അടുത്തതാ മാമിൻ നബിയിൻ ഇല്ല ഹവാരിയൂന എന്നല്ലോ. ഊരിദ ബി ഹദീസി യജീഉൻ നബിയ്യു മഅഹു റജുലു വറജുലാനി. ഒന്നോ രണ്ടോ ആൾക്കാരെ കാണത്തുള്ളൂ. ആ ഹദീസ് കൊണ്ട് ഇതിനെ എന്ത് ചെയ്തു? മുആറദ ചെയ്യപ്പെടുന്നല്ലോ. മറുപടിയാണ് വന്നബിയു ലൈസമാ. ചിലപ്പോൾ ഒരു നബിയുമാണ് ഒരാളെ കാണത്തുള്ളൂ, ചിലപ്പോൾ ആരും കാണില്ല. അപ്പൊ മാമിൻ നബിയിൻ ഇല്ല വലഹു ഹവാരിയൂന എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഏതൊരു പ്രവാചകന്മാർക്കും ഹവാരിയങ്ങളുണ്ടെന്നല്ലേ വന്നത്. പ്രവാചകന്മാർ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഹവാരിയൂന ജമ്മാണ്. ഒന്നോ രണ്ടോ ഉമ്മത്തുള്ളവരുണ്ടാകും, ഒരു ഉമ്മത്തുള്ളവരുണ്ടാകും, തീരെ ഉമ്മത്തില്ലാത്തവരുണ്ടാകും. മനസ്സിലായി? അങ്ങനെ നബീന്റെ മേന റസൂലെന്ന് കൊടുക്കണം. ഒരു മേന നമുക്ക് പറഞ്ഞൂടെ? റസൂലാകുമ്പോ എന്തായാലും ഉമ്മത്താണല്ലോ. കിതാബും കാണും, ദേവത്തും കാണും. മറ്റേ ആളിൽ കാണണ്ട, അങ്ങനെ കൊടുത്ത പറയാം. പിന്നെ ഞാൻ ഉജീബി അന്നവും എഴുത്തിബാറിൽ അക്കസർ, അത് അഗ്ലബിനെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതാണ് മറ്റു സ്ഥാനം മറുപടി. ഔബി അന്ന മാമിൻ നബിയിൻ ഫിൽ അക്സരി എന്നാണ്. ഔബി അന്നഹു അല ഹദിബി സിബത്തിനെ മാമിൻ നബിയിൻ ലഹു അത്ബാഉ എന്നുള്ളത്. കാന ശൈഖ് റളിയല്ലാഹു അൻഹു യുജീബു അന്ന ദാലിക ഫിൽ അംബിയായി. കേട്ടാ, അതൊക്കെ അമ്പിയാക്കന്മാരെ കാര്യത്തിലാ മുസ്ലിയാരെ. വഹാദാ ഫി റുസുലി. കേട്ടാ, ഇത് മുർസലീങ്ങളെ പറ്റിയാ പറഞ്ഞത്. നിങ്ങളെ നബി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നബി പഠിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരിക എന്ന് തിരിഞ്ഞോ. കഥാ ദക്കറഹു അൽ ഉബയ്യു ഫി ശറഹിഹി ലിസഹീഹി മുസ്ലിമിൻ അൽ മുസമ്മാ ബി ഇക്മാലിൽ മുഅല്ലിം. واللبي هو الإمام الفقيه أبو عبد الله محمد بن خلفة اللبي الوستاثي التونسي المالكي من أكابر أصحاب ابن عرفة. ابن عرفയുടെ ശിഷ്യന്മാരിൽപ്പെട്ട കെങ്കേമനാണ് അവർ. അസാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി നഹ്വൽ യമൻ. ഒരു ഹദീസ് വായിച്ചിട്ട് ചെറുവച്ച പറയാം. അപ്പൊ ഫിഗർ സമീർ അങ്ങോട്ടെ ഈമാനിലേക്ക് വെച്ചോട്ടെ. എടാ حدثنا أبو بكر بن أبي شيبة حدثنا أبو أسامة حدثنا بن نمير حدثنا أبي حدثنا أبو كريم حدثنا بن إدريس كلهم من إسماعيل بن أبي خالد حدثنا يحيى بن أبي بن الخارجي واللفظ له حدثنا معتمر بن إسماعيل قال سمعت قيسا يروي عن أبي مسعود. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഖൈസ് റിപ്പോർട്ട് ചെയ്യുന്നതായി കൊണ്ട് കേട്ടു. قال أشار النبي صلى الله عليه وسلم بيده نحو اليمن. യമന്റെ ഭാഗത്തിലേക്ക് പുന്നാര നബി അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ചൂണ്ടി ഇശാറത്ത് ചെയ്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അലാ ഇന്നൽ ഈമാന ഹഹുനാ. ഈമാൻ എവിടെയാണ്? വഇന്നൽ ഖസ്വത വഗിലദൽ ഖുലൂബ്. കണ്ടാ, മനുഷ്യന്മാരുടെ കൽബിന്റെ കടുപ്പത്തരവും ഖസാവത്തുൽ ഖൽബും ആ ഖസാവത്തുൽ ഖൽബ് ഉള്ളതിനോടുകൂടെ തന്നെ ആ കൽബിന് ഉരസതയും ദേഷ്യം അതൊക്കെ ഫിൽ ഫദ്ദാദീന തൊളിച്ചു കൊണ്ടുപോകുന്നവരുടെ കലാണ്. ഇന്ത ഉസൂലി അദ്നാബിൽ ഇബിലി. അതിന്റെ അർത്ഥം പിന്നാലെ പോകുന്നില്ലേ, ഇബിലുകളുടെ വാലിന്റെ അടുക്കൽ എന്ന്. ഹൈദ് യത്തുലു ഖർന ശൈത്താൻ. അതെവിടെയാണ് പറഞ്ഞത്? ശൈത്താന്റെ രണ്ട് കൊമ്പുകൾ വെളിപ്പെടുന്നിടത്താണ്. രണ്ട് കൊമ്പുകൾ അതായത് ഫി റബീഅ വ മുളറ എന്ന് എന്താ ഫീ റിവായത്തിൻ. വേറെന്താ ആയിക്കോട്ടെ. حدثنا أبو الربيع الزهراني أنبأنا حماد حدثنا أيوب حدثنا محمد
عن أبي هريرة قال قال رسول الله صلى الله عليه وسلم جاء أهل اليمن യമൻകാർ വന്നു കണ്ടാ ഹും അവർ അറഖു ഏറ്റവും മയമുള്ളവരാണ് അഫ്ഇദത്തൻ ഖൽബിനാൽ അൽ ഈമാൻ ഈമാൻ യമാനിൻ യമൻ കൊള്ള ചേർക്കപ്പെട്ടതാണ് വൽ ഫിഖ്ഹു യമാനിൻ കർമ്മശാസ്ത്രവും യമനിൽ നിന്ന് പഠിച്ചോണം വൽ ഹിക്മത്തു യമാനിയത്തുൻ തത്വജ്ഞാനങ്ങൾ പഠിക്കാനും അതും അവിടെയാണ് അല്ലാ حدثنا محمد بن مثنى حدثنا بن ابي عدي حدثنا حدثنا عمرو الناقد حدثنا اسحاق بن يوسف الازرق كلاهما عن ابن عون عن محمد عن ابي هريره قال قال رسول الله صلى الله عليه وسلم بمثله لا അങ്ങനെയൊക്കെയാണ് അവിടെ പറഞ്ഞത്. ഇനിയും പറയട്ടെ. حدثني عمرو الناقد وحسن الحلواني قال حدثنا يعقوب وهو ابن ابراهيم بن سعيد يعقوب عليه يعقوبان حدثنا ابي عن صالح عن الاعرج قال ابو هريره قال قال رسول الله صلى الله عليه وسلم اتاكم اهل اليمن യമൻകാർ നിങ്ങളിലേക്ക് വന്നു ഹും അദ്അഫു ഖുലൂബൻ ഖൽബുകളാൽ ദുഅഫാൻ എന്ത് സ്വീകരിക്കുന്ന ആൾക്കാരാണ് സാധുക്കളാണ് ഫഅറഖു അഫ്ഇദത്തൻ അല്ല ഹൃദയങ്ങളാൽ അവർ ഏറ്റവും റിക്കത്തുള്ളവരാണ് മയം അൽ ഫിഖ്ഹു യമാനിൻ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ യമൻ കൊള്ള ചേർക്കപ്പെട്ടതാണ് വൽ ഹിക്മത്തു യമാനിയത്തുൻ ഉണ്ടോ حدثني يحيى بن يحيى قال قرأت على مالك عن أبي الزناد عن الأعرج عن أبي هريرة أن رسول الله صلى الله عليه وسلم قال رأس الكفر نحو المشرق കിഴക്കൻ പ്രദേശങ്ങളിലാണ് കുഫറിന്റെ തല വൽ ഫഖർ വൽ ഖുയല മനുഷ്യന്മാര് ഡംബ് കാണിക്കലും പൊങ്ങച്ചം കാണിക്കലും ഫി അഹ്ലിൽ ഖൈലി വൽ ഇബിൽ കുതിര ഒട്ടകങ്ങൾ ഇപ്പം ഡംബ് കാണിക്കുന്നത് മെർസിഡീസ് കാറൊക്കെ എന്ന് പറയാൻ മതി. അന്നത്തെ വാഹനം അത്. പിന്നെ അതേണക്കനാൽ പദ്ദാദീനയിലുമാണ് കുയലായ കൃഷിക്കാർ, അതായത് അഹ്ലുൽ ബബർ, സക്കീനത്തു ശാന്തിയും സമാധാനവും ഫി അഹ്ലിൽ ഗനം ആടിനെ വളർത്തുന്നവരിൽ ശാന്തിയും സമാധാനവുമാണ്. മറ്റതിൽ സമാധാനമല്ല, ദേഷ്യം എന്താ എന്ന്. യമൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ قد اختلف في مواضيع من هذا الحديث وقد جمعها القاضي عياض رحمه الله نقحها مختصرة بعده الشيخ أبو عمرو السلاح وأنا حكي ما ذكره قال أما ما ذكر من نسبة الإيمان إلى أهل اليمن فقد صرفوه عن ظاهره من أن مبدأ الإيمان من مكة ثم من المدينة حرسهم الله تعالى فحكى أبو عبيد إمام الغرب ثم من بعده في ذلك أقوال. എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? മക്കയും മദീനയുമാണ്. അന്നഹു അറാദ ബിദാലിക മക്ക ഫഇന്ന യുഖാലു ഇന്ന മക്ക മിൻ തിഹാമ മിൻ അർദിൽ യമൻ. അങ്ങനെ മനസ്സിലായോ? വസാനി അന്നൽ മുറാദ മക്ക വൽ മദീന فإنه يروى في الحديث أن النبي صلى الله عليه وسلم قال هذا الكلام എന്താ ഈ കലാമിനെ പറഞ്ഞത് തബൂക്കിൽ വെച്ചാണ്. മക്കയും മദീനയും ഹീനയിദിൻ ബൈനഹു ബൈനൽ യമൻ ഫഅശാറ ഇലാ നാഹിയത്തിൽ യമൻ. ഇങ്ങനെ വഹു യുരീദു മക്ക വൽ മദീന ഫഖാല അൽ ഈമാൻ യമാനിൻ
ബനസബഹുമാ ഇല്ല ഇലൽ യമൻ ലികൗനിഹിമാ ഹീനഇദിൻ മിൻ നാഹിയത്തിൽ യമൻ. ഈ മദീനയും മക്കയും നസ്ബ് ചെയ്ത് യമനിലേക്ക്, യമന്റെ ഭാഗത്തായതുകൊണ്ട് കമാ ഖാല റുക്നുൽ യമാനി എന്ന് പറയും മക്കയിലെ, മക്ക ഷരീഫിന്റെ കഅബ ഷരീഫിന്റെ ഒരു മൂലയ്ക്ക് ബഹുബി മക്കയാണല്ലോ. ലികൗനിഹിമാ നാഹിയത്തിൽ യമൻ, യമന്റെ ഭാഗത്തേക്കാണ് റുക്നുൽ യമാനി എന്ന് പറയും. ഏട്ടാ ഖദ്ദാദീന, ഖദ്ദാനി എന്നതിന്റെ ഖദ്ദാദി എന്നുള്ളത് കൃഷിക്കാർ ഇബാറത്തുൽ ബഖറില്ലത്തി യുഹറസു അലൈഹ. കണ്ടാ ഖദ്ദാദ് എന്ന് പറയും. കാളകൂട്ടുകാർക്കേ ഫദീദ്, ഫദീദിൽ നിന്നുള്ള ഫദീദ് എന്നുള്ളത് സൗത്ത് ഷദീദ്. ഖൗമുല്ലദീന തഅലു അസ്വാത്തുഹും, ശബ്ദം മേലെയാവും. ഫീ ഇബ്ലിഹിം വഖൈലിഹിം വഹുറൂസിഹിം വനഹവി ദാലിക. അവർക്ക് ഗിലദുൽ ഖുലൂബാണ്, ഖസ്വത്തുൽ ഖുലൂബ്. ഈ പോത്തിനെയും പശുവിനെയൊക്കെ കൃഷി വളർത്തിയത് കൽബ് ചിലപ്പോൾ എന്താകും, കട്ടിയായി. ആടാകുമ്പോ അതിങ്ങനെ ചെറിയ ജീവി സമാധാനത്തിൽ അങ്ങനെ കൊണ്ട് ഓടിച്ചാടി അങ്ങനെ നിൽക്കും. റബിയത്ത് മുദർ എന്നുള്ളത് ഖദ്ദാദീനയിൽ നിന്നും ബദലായിട്ട് കണ്ടാ. കർണശൈത്താൻ ഫജാനിബ റസീന്ന്, രണ്ട് ഭാഗങ്ങൾ. അൽ ഫഖർ വൽ ഖുയലാവ്. അൽ ഫഖർ അൽ ഇഫ്തിഖാർ, ഇഫ്തിഖാർ ഡമ്പ് കാണിക്കാം, വിശ്വാസറ എന്നതിന്റെ അർത്ഥം. വൽ ഖുയലാവ് അൽ കിബർ നാസി, ജനങ്ങളെ നിസ്സാരപ്പെടുത്തൽ. ഫി അഹ്ലിൽ ഖൈലി വൽ ഇബ്ലി അൽ ഫദ്ദാദീന അഹ്ലിൽ വബരി വൽ വബർ വഇൻ കാന മിനൽ ഇബ്ലി ദൂനൽ ഖൈലി വലാ യംദനി അൻ യകൂന ഖദ് വസഫഹും ബികൗനിഹിം ജാമിഈന ബൈനൽ ഖൈലി വൽ ഇബ്ലി വൽ വബർ. എന്താ അസക്കീനത്തു ഫി അഹ്ലിൽ ഗനം, ഫസക്കീനത്തു മിന തുമഇനീനത്തു വസ്സുകൂൻ, ശാന്തിയും സമാധാനവും. ആടിനെ വളർത്തുന്നവരിലാണ്, ആട് കൃഷിയിലാണ്, പോത്ത് കൃഷിയിലും കാളകൃഷിയിലൊക്കെ കൽബിന് കസാവത്താണ് ഉണ്ടാവുക. ബാപ്പാട് പറ, പോത്തിന് പഠിക്കുന്നത് എന്താ? വേണ്ട فحدثني حرملة بن يحيى കഴിഞ്ഞു. أخبرني ابن وهب قال أخبرني يونس عن شهاب എങ്ങനെയാ حدثنا يحيى بن أيوب وقتيبة وابن حجر عن إسماعيل بن جعفر قال ابن أيوب حدثنا إسماعيل قال أخبرني عن لا النبي هريرة أن رسول الله صلى الله عليه وسلم قال الإيمان يماني، إيمان يمانا، والكفر قبل المشرق، والسكينة في أهل الغنم، والفخر والرياء في الفدادين أذاعد أهل الخيل والوبر. حدثني حرملة حرملة بن هي أخبرنا بن وهب قال أخبرني يونس بن شهاب قال أخبرني أبو سلمة بن عبد الرحمن أن أبا هريرة قال سمعت رسول الله صلى الله عليه وسلم يقول الفقر والخيلاء في الفدادين أذاعد أهل الببر، السكينة في أهل الغنم. വബർ ജലി രോമ വസ്ത്രങ്ങൾ കൊണ്ട്
വീടുണ്ടാക്കും, രോമങ്ങൾ കൊണ്ട് ടെന്റുണ്ടാക്കും. എന്നൊക്കെ അവർ തന്നെ അവർ കൊണ്ട് ഒരു എന്ത് ചെയ്യും, അവർ ഉപകരിക്കും. മനസ്സിലായോ? പിന്നെ അന്തതനാ വേഗം ആയിക്കുള്ളത്. حدثنا عبد الله بن عبد الرحمن الدارمي أخبرنا أبو اليمان أخبرنا شعيب بن الزهري بهذا الإسلام مثله وزاد الإيمان يمان إنم والحكمة يمان. അങ്ങനെ നമ്മൾ കേട്ടു വന്നതൊക്കെ. حدثنا عبد الله بن عبد الرحمن أخبرنا أبو اليمان شعيب بن الزهري حدثني سعيد بن المسيب أن أبا هريرة رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول أهل اليمن هم أرق أفئدة وأضعف قلوبا الإيمان يمان السكينة في أهل اليمن. യമൻ എന്നാണ് في أهل الغنم غنم യമൻ എന്നാൽ തെറ്റാത്. البحر والغيلاء في الفتادين അതായത് أهل الوبر അത് قبل مطلع الشمس കിഴക്കന്മാർ. മനസ്സിലായില്ല? കിഴക്ക് താമസിക്കുന്നവർ. പെണ്ണിട്ട് പോയി കിഴക്ക് പോയി കെട്ടണ്ട. ഈ മയ്യത്തുകരെ അവിടൊക്കെ ഈ പോത്തും കാളയൊക്കെ അടിച്ചിരുന്നു വരാം. ഹദ്ദസന അബൂബക്കർ ഇബ്നു അബീ ശൈബ അങ്ങനല്ലേ? ആ നാട്ടിലെങ്ങനല്ലേ? الله حدثنا أبو بكر بن أبي شيبة أبو كريم قال حدثنا أبو معاوية عن الأعمش النبي صلى الله عليه وسلم النبي هريرة قال قال رسول الله صلى الله عليه وسلم أتاكم أهل اليمن هم ألين قلوبا وأرق أفئدة الإيمان يمان والحكمة يمانية رأس الكفر قبل المسجد. حدثنا قتيبة عن قتيبة بن سعيد بن زهير بن حرب قال حدثنا جرير بن الأعمش بهذا الإسناد ولم يذكر رأس الكفر قبل المسجد. അവർ പറഞ്ഞില്ല. حدثنا محمد المثنى حدثنا بن أبي عدي وحدثني بشر بن خالد حدثنا محمد يعني بن جعفر قال حدثنا شعبة بن الأعمش بهذا الإسناد مثل حديث جرير وزاد والفخر والخيلاء بأصحاب الإبل എന്നർ والسكينة والوقار بأصحاب الشاء شاعتني يمت. حدثنا إسحاق بن إبراهيم أخبرنا عبد الله بن الحارث المخزومي عن ابن جريج قال أخبرني أبو الزبير أنه سمع جابر بن عبد الله يقول قال رسول الله صلى الله عليه وسلم غلظ القلوب قلبിന്റെ കടുപ്പത്തരവും വൽ ജഫാഉ ദുസ്വഭാവങ്ങളും ഫിൽ മശ്രിഖ് വണക്ക ജഫായുടെ അർത്ഥം വണക്കെന്നാണ്, ദുസ്വഭാവങ്ങൾ. വൽ ഈമാനു ഈമാൻ ഫി അഹ്ലിൽ ഹിജാസ് എന്നോ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നേരത്തെ അവർ പറഞ്ഞ മക്കയും മദീനയാണെന്നൊക്കെ പറഞ്ഞതിനകത്ത് ചെറിയൊരു ക്ഷായമാനം കൊടുക്കാം എന്നൊക്കെയാണ് ലാസ്റ്റ് അതീത് കൊണ്ടുവന്നതിന്റെ അർത്ഥം കേട്ടാ. പിന്നെ ഹിജാസിലാണ് കർണശൈത്താനെ കൊണ്ടത്. അങ്ങനെ ഉണ്ടായത് അതീത്. ഏതായാലും യമൻ എന്നൊരു പ്രദേശം റസൂൽ പറഞ്ഞല്ല കേട്ടാ. അപ്പൊ ആ നാടിന്റെ പ്രത്യേകത ഉണ്ടാവും. ആ പ്രത്യേകത പല ആദിയിലായിരുന്നു. ബസ് ആ വേറെ ബുഖാരി പെട്ടെന്ന് പറയാൻ തീയതി ഇവിടെ ഒന്നും അതിനകത്ത് വിഷയം